ഇനി എല്ലാം ഡ്യൂട്ടി മിസ്റ്റർ ഹസ്ബൻഡ്. കോണ്ടാക്ട് പോലും കൂടി ഇല്ല. പ്രവീണായിട്ടില്ല. എന്റെ പ്രമോഷന്റെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ പൊന്നു സംസാരിക്കാം, അല്ലാണ്ട് നമ്മൾ വേറെ ഓക്കെ, അപ്പോൾ നമ്മൾ മല്ലു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. മല്ലു ഫാമിലിയിലെ സുജൻ ബ്രോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രണവ് പ്രവീണിനെ കുറിച്ച്. അപ്പം ആ ഒരു കാര്യം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്തുണ്ടെങ്കിലും മല്ലു ഫാമിലി അടുത്ത് എല്ലാവരും ചെല്ലത്തുള്ളൂ, അത് അങ്ങനെയാണല്ലോ. ഈ പറയുന്ന സുജൻ്റെയും പൊന്നൂസിൻ്റെ ഇഷ്യൂസൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം എല്ലാവരും അവരെ പിടിക്കുന്നത്. പിന്നെ ഈ പ്രണവ് പ്രവീണിൻ്റെ പ്രശ്നം വന്ന സമയത്ത് തമ്പ്ലേനകത്ത് മൊത്തം സൈഡിൽ ഇവരുടെയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് അവർ ഫാമിലി വ്ളോഗിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അത് വെച്ചിട്ടാണ് ഇനി അവർ പറഞ്ഞു തന്ന ഐഡിയ ആണോ കാര്യങ്ങളാണോ എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി, പേഴ്സണലും ഇൻസ്റ്റയിലും എല്ലാം. നിങ്ങൾ വല്ലതും പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ കാര്യങ്ങളൊക്കെ. എന്തായാലും സുജൻ ബ്രോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, സുജൻ്റെ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ബെറ്റിംഗ് ആപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റൈഡറിൻ്റെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അയാൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അയാളുടെ റിയൽ ലൈഫിലെ കാര്യം എനിക്ക് കുറേയൊക്കെ അത് സത്യമാണെന്ന് തോന്നിയിട്ടുള്ളൂ അന്ന് ആ വീഡിയോ കണ്ടപ്പോഴൊക്കെ. കാരണം ആ അമ്മയുടെ സംസാരം അത് അഭിനയമല്ല, സത്യത്തിൽ അവർ ഒറിജിനലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യം അത് നല്ല രീതി ഒറിജിനൽ വഴക്കായിട്ട് അത് പോയത്. പിന്നീട് ചിലപ്പോൾ അവർ പറഞ്ഞ് സെറ്റിലേക്ക് ഒന്ന് വളച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഒരു കാര്യം ഞാൻ സുജൻ ബ്രോനോട് പറയാം, എനിക്ക് നിങ്ങളുടെ അടുത്ത് കൈയടിക്കാനേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെയല്ല, നിങ്ങൾ ചിലയിടത്ത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മൾ ഈ പ്രണവ് പ്രവീൺ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സൈഡിൽ വെക്കാം. അവര് എന്താ ഇഷ്യൂ നടക്കുന്നുണ്ട്, അതില് നമുക്ക് യാതൊരു ബന്ധമില്ല ഗൈസ്. ഞാൻ അവരായിട്ട് കോണ്ടാക്ട് പോലും കൂടി ഇല്ല. പ്രവീണായിട്ടില്ല. എന്റെ പ്രമോഷന്റെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ പൊന്നു സംസാരിക്കാം, അല്ലാണ്ട് നമ്മൾ വേറെ യാതൊരു ബന്ധമില്ല. അതില് നമുക്ക് കുറെ മെസ്സേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇതുപോലെ കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. സുജന അതിനെപ്പറ്റി വല്ലതും അറിയോ, അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടോ, എന്താ അവർ തമ്മിലുള്ള ഇഷ്യൂ. ഞാൻ ഇന്നലെയാണ് അവരെ വീഡിയോസ് ഇരുന്നിട്ട് ഞാൻ കാണുന്നത്. കാരണം രണ്ടുപേരും വീഡിയോസ് ഇട്ടതും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കുറെ കമന്റ്സ് എനിക്ക് തന്നെ വന്നത്. ഞാൻ വന്ന കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് വേറെ അതായത് മറ്റേ വേറെ വീഡിയോസിൽ തമ്പലൈനൊക്കെ നമ്മളതിനെ അവരോട് ഒരുമിപ്പിച്ച് വെച്ചിട്ടുള്ള തമ്പലൈനെ കണ്ടു. നിങ്ങളെല്ലാവരും ആദ്യം കാര്യം മനസ്സിലാക്കണം. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട്, ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മളൊരു വ്ളോഗ് ഇടും. ആ വ്ളോഗല്ല നമ്മുടെ ലൈഫ്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളൊരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വീഡിയോ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് കാണുന്ന ആളുകളെല്ലാം മറ്റേ അടിപൊളിയാണ് അങ്ങനെയില്ല. കാരണം അവർക്കും ഇപ്പൊ ഈ ഒരു ഇതിന്റെ അടിയിൽ ഇപ്പൊ തെറി കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നല്ല കമന്റ് ഇടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പോലെ തന്നെ ദേഷ്യം, വാശി, അതുപോലെ തന്നെ പക, അല്ലെങ്കിൽ ദാരിദ്ര്യം, പൈസക്ക് ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആൾക്കാർ തന്നെയാണ്. അദ്ദേഹം ഈ പറയുന്നത് 100% ശരിയാണ്. ഞാനത് പണ്ടും പറയാറുള്ള കാര്യങ്ങളാണ്. ഈ ഫാമിലി വ്ളോഗ്സ് സംബന്ധമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഈ കാര്യം സംസാരിക്കാറുണ്ട്. അപ്പോൾ നീ ആരുടെ മോനെ, മറ്റേ മോനെ, മറിച്ചേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ താഴെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യും. ഇന്നലെ തന്നെ ആ മൃദുല ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ, പ്രവീൺ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ, ഫസ്റ്റ് ഡേ കുഞ്ഞിൻ്റെ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു, നമ്മുടെ അച്ഛനും അമ്മയും കൂടെ സൈഡിൽ ഇരുന്ന് കരയുന്നു, നീ ഇവിടെ കുഞ്ഞിനെയും കളിപ്പിച്ചിരുന്നോടാ, നീ അനുഭവിക്കും, നിൻ്റെ അച്ഛൻ്റെ കണ്ണീരാ, നീ ഒരു അച്ഛനായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കുറേ കമൻറ്റ്. അതൊക്കെ കണ്ട് പിന്നെ മൃദുലയെ പച്ചക്ക് തെറിയൊക്കെ വിളിച്ചപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞത് ഇത്ര ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അതും ഒന്ന് ആലോചിക്കണം, കൊച്ചിൻ്റെ ഫസ്റ്റ് ഡേ എന്നും പറഞ്ഞിട്ട് അതെനിക്ക് തോന്നുന്നു 8-9 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ അവരിട്ടത്. അതിന് വന്ന് മോശമായിട്ട് കമൻറ്റ് ഇട്ടപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത്, അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ സുജൻ ബ്രോ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല റിയൽ ലൈഫ്. അല്ലെങ്കിൽ മൊത്തമായിട്ട് വെക്കണം, 24/7 വെച്ചുകൊണ്ടിരിക്കണം. അതിനകത്ത് ചിലപ്പോൾ തെറിവിളി കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കാണും, ചിലപ്പോൾ തല്ലിപ്പൊട്ടിയിൽ കാണും, അങ്ങനെയൊക്കെയാണ്. എല്ലാം ഒന്നും നമുക്ക് കാണിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളത് ചിന്തിക്കണം. യൂട്യൂബേഴ്സ് എല്ലാവരാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആളുകൾക്കെല്ലാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുമാനങ്ങളാണ് എന്നൊക്കെ അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് യൂട്യൂബായിട്ട് പ്രവർത്തിച്ച് മുന്നേക്ക് പോകുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയും ലക്ഷങ്ങൾ കിട്ടായിരുന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് 2 മില്യൺ 3 മില്യൺ സബ് ഉണ്ടായാൽ മതി, ലക്ഷങ്ങൾ വരുമാനമല്ലേ, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ,
എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവര് അത് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് വീഡിയോയിൽ ഓരോരുത്തർ കമൻസ് കൂടുതലായിട്ട് ഇട്ടു, ഞാൻ ആ കമൻസിന് വല്ല മറുപടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് എനിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തിനാ ആവശ്യമില്ലാണ്ട് മെസ്സേജ് അയച്ചിട്ടും ഞാൻ ആലോചിക്കുകയാണ് അവരെവിടെ കിടക്കണു, എനിക്ക് അവരായിട്ട് യാതൊരു കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല, എന്നിട്ട് പോലും കൂടി എന്തൊരു ഇൻട്രസ്റ്റ് ആണ് മെസ്സേജ് ചോദിക്കണം, എന്താണ് അവർ കാര്യം, എന്താ അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞ ഇന്നലെയാണ് ഒരു കൊല്ലം മുൻപ് ഞങ്ങൾ ഏത് സ്റ്റേജിലാണ് അവർക്ക് തന്നെ കുറെ നെഗറ്റീവ് എന്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് ഒന്നും അടിക്കല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ കാരണം അറിയോ, എനിക്ക് കുറെ കമന്റ്സും വന്നു, അതുപോലെ പിന്നെ തമ്പലൈന് കണ്ടു ഞാൻ. പിന്നെ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇന്നലെ ഒന്നര കമന്റ്സ് കണ്ടു 2-3 കമന്റ്സ് ഉണ്ട്. ആ കമന്റ്സിന് ലൈക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാനല് അവര് മറ്റേ കണ്ണട വെച്ച അവൻ കൊച്ചു, എനിക്ക് സത്യം പറഞ്ഞാൽ ദൈവത്തിനാണ് മറ്റേ എനിക്ക് പേരറിയില്ല, അവരെ പ്രവീൺ പ്രണവ് എന്ന് അറിയുന്നുള്ളതല്ലാണ്ട് എനിക്ക് അവരായിട്ട് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവന്റെ ചാനൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സോ അതിന്റെ വീഡിയോന്റെ അടിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും ഞാൻ പോയിട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ സുജൻ പറഞ്ഞ പോലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കട്ടെ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നല്ലൊരു ലൈഫ്, ആ ഒരു നല്ല ലൈഫ് വരുമ്പോൾ എനിക്ക് ഒറ്റ കാര്യങ്ങൾ പ്രവീണും മൃദുലോടും പറയേണ്ട ഒരു കാര്യങ്ങൾ, ഫാമിലിയായിട്ട് നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് മാറി താമസിക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുട്ടിയും കാര്യങ്ങളുമായിട്ട് പോകാൻ നോക്കുക, അതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയാലോ, സുജൻ്റെ തലയിലോട്ടാണ് വരുന്നത്. എന്നാലും അദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. എന്താണ് എനിക്കതറിയത്ത് ഇപ്പോ അവരുടെ അവിടെ ചാനലിൽ പ്രശ്നം, അത് ഞങ്ങളടുത്ത് വന്നിട്ട് പറയണു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കണു. അപ്പൊ ഞാൻ പറയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. പിന്നെ അത് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ഓരോ ദിവസം ഞങ്ങളിൽ അന്ന് വന്ന അതേപോലെ തന്നെ പൊന്നൂസ് എന്റെ കൂടെ കാണാതിരുന്നപ്പോ നിങ്ങൾ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു. സെയിം അതേപോലെ തന്നെ ആയിരിക്കാം. നമ്മള് ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന A-to-Z കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇതും എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ പ്രവീൺ അങ്ങനെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുവിന് അവിടെ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടേണ്ടി വന്നത്. അതേ തുടർന്നാണ് ഇപ്പൊ പ്രവീൺ പിന്നെ അങ്ങനത്തെ ഒരു ലൈഫിലെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പ്രവീണിന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ അത് കാരണം നിങ്ങളും കൂടിയാണ്. ഒരു പക്ഷേ എന്താ പറയണ്ട, ആൾക്കാർക്ക് അറിയത്തില്ല ഇവർക്കൊക്കെ ഇത്രയും വിവരം ഇത്രയും നല്ല രീതി ഇവരൊക്കെ സംസാരിക്കും എന്നുള്ള രീതി. അവൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്, പൊന്നും പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. സോഷ്യൽ മീഡിയ A-to-Z കാര്യങ്ങൾ വിളിച്ച് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ്സ് വരുമ്പം സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്തു പോകും. കാരണം അതുപോലത്തെ കമൻറ്റ്സും കാര്യങ്ങളെ ഇവിടുത്തെ റിപ്ലൈ കിട്ടില്ലെങ്കിൽ അവിടെ പോയി വളം ഉണ്ടാക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല, ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് ആൾക്കാർ ചെയ്തു പോകുന്നതാണ്. പക്ഷെ അവസാനം അത് ആർക്കാണ് പ്രശ്നമായി വരുന്നത്? ഈ വീഡിയോ ഇടുന്നവർക്കാ പ്രശ്നമായി വരുന്നത്. ഇപ്പൊ നിങ്ങളത് പറയാണ് നമ്മളെ വെറുതെ വലിച്ചു അതിന്റെ കൂടെ വർത്താനം. അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിലേറെ നെഗറ്റീവുകളായിട്ട് തലേ കയറ്റി നടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വയ്യ. അതാണ് ഞാനത് ആലോചിക്കണേ. ഇപ്പൊ ഞാൻ ഇന്നലത്തെ വ്ളോഗിലടക്കം ഞാൻ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോയിലടക്കം ഞാൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താലും വണ്ടി എടുത്താൽ ഫോൺ എടുത്താൽ ടൂറ് പോയാൽ നല്ല ഡ്രസ്സ് ഇട്ടാൽ മുടി ഒന്ന് ഇവരെന്തെങ്കിലും കാട്ടിയാ. ഇപ്പൊ നാളെ അമ്മ ചുരിദാർ ഇട്ടേന് അതിന്റെ അടിയിൽ കമന്റ്സ് തന്നെ, ഈ തള്ള ചുരിദാർ ഇടൽ തുടങ്ങിയോ, എന്താ ഈ പാവം പിടിച്ചവൻ്റെ പാട്ടിന് വിട്ടേര്, അതായിരിക്കും നല്ലത്. എല്ലാവരും കൂടെ ചെന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും അയച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ ഇടാൻ ഇതായത്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും കമൻറ്റ്സ് വായിക്കുന്നുണ്ട്, കൊച്ചിനെ ഒന്ന് വിളിക്കാവോ, എന്നിട്ട് ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാം. അങ്ങനെയൊക്കെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. ഈ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് വിടുന്നുണ്ട്. അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ചേട്ടാ കമൻറ്റ്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്യാവോ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളില്ലേ, ഇവരുടെ ഭാഗത്തും ചെറിയ ഇതൊക്കെയല്ലേ, എന്തിന് വീഡിയോസ് എടുത്തു, എന്തുമായിട്ട് മൊത്തമായിട്ട് അത് പറയുന്നില്ല, എന്തിനവർ കുറേയൊക്കെ കട്ട് ചെയ്തിടണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒന്നും നമുക്കറിയത്തില്ല. എന്നാലും നാളെ ഒരാളെയും കൂടെ വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും മല്ലു ഫാമിലിയുടെ കാര്യം നമ്മൾ എല്ലാ എണ്ണവും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അവരവരുടെ പാട്ടിന് വിട്ടായിരുന്നു. സത്യം പറഞ്ഞാലോ, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ, ബൈ.